السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم. وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഖുതൂറത്തുൽ മുഖദ്ദറാത്ത് വഫസാദിഹി അലൽ മുജ്തമഅ, സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗവും അത് സമൂഹത്തിനുണ്ടാക്കുന്നതായ വിപത്തും ഏറെ വലുതാണ്. قال الله عز وجل يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. അല്ലാഹു തആല സത്യവിശ്വാസികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്നമൽ ഖംറു, മദ്യമെന്ന് പറയുന്നതും, ഇന്നമൽ ഖംറു വൽ മൈസിറു, അതുപോലെ തന്നെ ചൂതാട്ടവും ലോട്ടറി പോലെയുള്ള ചൂതാട്ടങ്ങളും, വൽ അൻസാബു, ഏകനായ സൃഷ്ടാവിന് പുറമെ ആരാധിക്കപ്പെടുന്ന നാട്ടിവെക്കപ്പെട്ട ബിംബങ്ങളും, വൽ അസ്ലാമു, കണക്കുനോട്ടവും കവടി നിരത്തി ഭാവി പ്രവചിക്കുന്നതായ കാര്യങ്ങളും, റിജ്സും മിൻ അമലി ശൈത്താൻ, അത് തീർച്ചയായും പിശാചിന്റെ പൈശാചികമായ മാർഗങ്ങൾ മാത്രമാകുന്നു. ഫജ്തനിബൂഹ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പാടെ ഉപേക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി. ഒരു മനുഷ്യന് തൻ്റെ ഭൗതിക ജീവിതത്തിലാകട്ടെ മരണാനന്തര ജീവിതത്തിലാകട്ടെ അവൻ വിജയിക്കണമെങ്കിൽ ഈ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. മദ്യം
മനുഷ്യൻ്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെപ്പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ അവൻ്റെ ബുദ്ധിയെ മറച്ചു കളയുന്ന, എല്ലാ അർത്ഥത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും പരിശുദ്ധ ഇസ്ലാം വിലക്കി. ഇസ്ലാമിലെ നിയമങ്ങളെടുത്താൽ അദ്ദറൂറിയാത്തുൽ ഖംസ്, 5 സുപ്രധാനമായ കാര്യങ്ങളെ സംരക്ഷിക്കുന്നതായി കാണാൻ സാധിക്കും. അദ്ദീൻ, ഒന്നൊരു മനുഷ്യന്റെ വിശ്വാസം, വൽ അഖൽ, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ബുദ്ധി, അവൻ്റെ ജീവൻ, അവൻ്റെ സമ്പത്ത്, അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ്, സന്താനോൽപാദനം, ഈ കാര്യങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നതുമായിട്ടാണ് ശറഇലുള്ള മുഴുവൻ നിയമങ്ങളും വന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യനെന്നവനെ വിളിക്കാൻ അവനെ കാരണമായി തീർന്നിട്ടുള്ള അവൻ്റെ വിവേക വിചാര ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം വിലക്കി. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال لا يزني الزاني حين يزني وهو مؤمن ولا يشرب الخمر حين يشربها وهو مؤمن متفق عليه. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഒരു മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ ഈമാനോടുകൂടി ഈമാനുള്ളവനായിക്കൊണ്ട് വ്യഭിചരിക്കുവാൻ അവന് സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ മദ്യം സേവിക്കുമ്പോൾ, മദ്യം കുടിക്കുമ്പോൾ ഈമാനുള്ളവനായിക്കൊണ്ട് മദ്യം കുടിക്കുവാൻ അവന് സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുള്ള വാക്കുകളാണ്! തീർന്നില്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, عن عبد الله بن عمر رضي الله عنه أن النبي صلى الله عليه وسلم قال كل مسكر خمر وكل مسكر حرام رواه الإمام مسلم. മഹാനായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഹരിയുണ്ടാക്കുന്ന എല്ലാം മദ്യമാണ്. ചില ആളുകൾ പറയും, ഞാൻ മദ്യപിക്കാറില്ല, മറ്റ് ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര കുഴപ്പമില്ല എന്നുള്ളതാണ് കരുതിയിട്ടുള്ളത്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യന്റെ വിവേക വിചാര ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, ബാധിക്കുന്നതായ ഏതൊരു കാര്യമാണെങ്കിലും അത് മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, മനുഷ്യന് ലഹരി ഉണ്ടാക്കുന്നതായ, വിവേക വിചാര ബുദ്ധിയെ മറപ്പിക്കുന്നതായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം ഹറാമും നിഷിദ്ധവുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചു നോക്ക്, പടച്ച റബ്ബ് നല്ല ബുദ്ധി തന്നു, ഒരു നല്ല ജീവിതം തന്നു, ആരോഗ്യം തന്നു, നല്ല മനുഷ്യനായി ജീവിക്കാം. അതെല്ലാം ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്തവനായി, സമൂഹത്തിൽ ഏറ്റവും അധപതിച്ചവനായി, മയക്കുമരുന്നുകളും മദ്യവുമൊക്കെ സേവിക്കുന്നവനായി മാറുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ദുനിയാവിലോ ആളുകൾക്കിടയിൽ ഏറ്റവും മോശപ്പെട്ടവനായി ജീവിച്ച് ആഖിറത്തിലെത്തുമ്പോൾ പടച്ച റബ്ബിന്റെ പക്കൽ പരാജിതനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫജ്തനിബൂ, അത് നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി. ഭൗതിക ജീവിതത്തിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും മറ്റുള്ള രംഗങ്ങളിലാണെങ്കിലും അങ്ങേയറ്റം അധപതിച്ച് സ്വന്തം കുടുംബത്തിൽ പോലും കയറ്റാൻ പറ്റാത്തവനായി, മോശപ്പെട്ടവനായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാണ് അതിന് കാരണക്കാരൻ? അയാൾ തന്നെ. അതിന്റെ കാരണക്കാരൻ ആരാണ്? അത്തരം ഹറാമായ, നിഷിദ്ധമായ, പാടില്ല എന്ന് ബോധ്യമുള്ള കാര്യങ്ങളെ സമീപിക്കുന്ന ആ മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഭൂമിയിൽ ആളുകൾക്കിടയിൽ ഫിത്നയെ വ്യാപിപ്പിക്കുകയും
തിന്മകളുടെ വ്യാപനത്തിന് കാരണക്കാരായി തീരുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായ ശിക്ഷ തന്നെ നൽകുക തന്നെ ചെയ്യും. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾക്ക് ചില താല്പര്യങ്ങളും ഞങ്ങളുടേതായ ചില നേട്ടങ്ങളൊക്കെ നേടാൻ വേണ്ടി ഞങ്ങളത് ചെയ്യുകയാണ് എന്ന് ന്യായം പറയുന്നവർ, പണത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി എന്ത് കാര്യത്തെയും അടിയറവ് പറഞ്ഞ് ഏത് തെറ്റിന് പിന്നാലെയും പോകാൻ മടിക്കാത്ത ചില ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായി ഒരർത്ഥത്തിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഇടപെടാനോ ബന്ധപ്പെടാനോ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്ന മുഅ്മിനാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ മനസ്സിൽ കോറിയിടുക. കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതായ വസ്തുക്കളും അത് ഖംർ തന്നെയാണ്, മദ്യം തന്നെയാണ്. മാത്രമല്ല വകുല്ലു ഖംറിൻ വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളും അത് ഹറാമാണ്, നിഷിദ്ധമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ എവിടെയാണെങ്കിൽ ലഹരിക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും അതിന് നിയമ സംവിധാനങ്ങളെ സഹായിക്കാനും അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ അവരെ കൃത്യമായി നിയമവിധേയമായി അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളിലേക്ക് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാനും ഒക്കെ അത് നമ്മളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് പെരുമാറുക, സമൂഹത്തിൽ ഇടപെടുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. قال صلى الله عليه وسلم كلكم راع وكلكم مسؤول عن رعيته. എല്ലാ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ട്. ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുള്ളവനാണ്. പ്രത്യേകിച്ചും തൻ്റെ വീട്ടിൽ ഓരോ ഗൃഹനാഥനും ഉത്തരവാദിത്വമുണ്ട്. തൻ്റെ സമൂഹത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പടച്ച റബ്ബ് ചോദ്യം ചെയ്യുന്ന ദിവസം വരും. അറിഞ്ഞ് മോശമായ കാര്യങ്ങളെക്കുറിച്ച് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നവർ പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ കുറ്റക്കാരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റുകളിൽ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള സഹോദരന്മാരെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين والحمد لله رب العالمين.